ഏറ്റവും കൂടുതൽ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച മലയാള സിനിമ നടൻ ആരാണെന്നറിയാമോ? ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച മലയാള സിനിമ നടൻ ആരാണ്? ജഗതി ശ്രീകുമാറാണ്. അദ്ദേഹം ഏതാണ്ട് 1500-ൽ പരം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിലെ ഹാസ്യ സാമ്രാട്ട് എന്നറിയപ്പെടുന്ന സിനിമാ നടൻ ആരാണ്? ജഗതി ശ്രീകുമാറാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള മലയാള സിനിമാ നടൻ ആരാണ്? പ്രേം നസീറാണ്. ആരാണ്? പ്രേം നസീറാണ്. അദ്ദേഹം ഏതാണ്ട് 720-ൽ പരം സിനിമകളിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പ്രേം നസീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രേം നസീറിന്റെ യഥാർത്ഥ പേരെന്താണെന്ന് അറിയാമോ? എന്താണ് പ്രേം നസീറിന്റെ യഥാർത്ഥ പേരെന്ന് പറഞ്ഞാൽ അബ്ദുൽ ഖാദർ എന്നാണ്. അബ്ദുൽ ഖാദർ എന്നാണ്. അതുപോലെ മലയാളത്തിലെ നിത്യഹരിത നായകൻ എന്നൊക്കെ പ്രേം നസീർ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രേം നസീറിന്റെ ജന്മദേശം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് എന്ന സ്ഥലത്താണ്. അതുപോലെ പ്രേം നസീറിന്റെ അന്ത്യവിശ്രമ സ്ഥലവും എവിടെ തന്നെയാണ്? ചിറയൻകീഴ്. എവിടെയാണ്? ചിറയൻകീഴ്. ചിറയൻകീഴ് തിരുവനന്തപുരം ജില്ലയിലാണ്. ചിറയൻകീഴ് അതിപ്രസിദ്ധമായ ഒരു ദേവീക്ഷേത്രമുണ്ട്, അറിയാമോ? ശാർക്കര ദേവീക്ഷേത്രം. ശാർക്കര ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയാണ്. ശാർക്കര ദേവീക്ഷേത്രം എവിടെയാണ്? ചിറയൻകീഴിലാണ്. നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് ട്രെയിനിൽ പോവുകയാണെങ്കിൽ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് ശാർക്കര ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ശാർക്കര ദേവീക്ഷേത്രം. അതുപോലെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള മലയാള സിനിമാ നടി ആരാണ്? സുകുമാരിയാണ്. ആരാണ്? സുകുമാരിയാണ്. 2500-ൽ പരം സിനിമകളിൽ സുകുമാരി അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ രാജ്യസഭാ അംഗം അല്ലെങ്കിൽ രാജ്യസഭാ MP ആകുന്ന മലയാള സിനിമാ നടൻ, ആദ്യത്തെ മലയാള സിനിമാ നടൻ ആരാണ്? സുരേഷ് ഗോപിയാണ്. കേന്ദ്ര സഹമന്ത്രിയാകുന്ന ആദ്യത്തെ മലയാള സിനിമാ നടൻ ആരാണ്? സുരേഷ് ഗോപിയാണ്. അതുപോലെ ലോകസഭാ MP ആകുന്ന ആദ്യത്തെ മലയാള സിനിമാ നടൻ ആരാണ്? ഇന്നസെൻ്റാണ്. ഇന്നസെൻറ്റും കോമഡി അവതരിപ്പിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ കോമഡി രംഗങ്ങൾ അഭിനയിക്കുന്ന കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. ജഗതി ശ്രീകുമാറിനെ പോലെ തന്നെ കോമഡി രംഗങ്ങൾ അഭിനയിച്ച് പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കാൻ ഇന്നസെൻറ്റിനുള്ള കഴിവ് വളരെ വലുതാണ് കേട്ടോ.